അതിരപ്പള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടുന്നതിനുള്ള കുങ്കി ആനയെ എത്തിച്ചു. വയനാട്ടിൽ നിന്നുള്ള ഭരത് എന്ന ആനയാണ് അതിരപ്പള്ളിയിൽ എത്തിച്ചത്. അതേസമയം മസ്തിഷ്കത്തിൽ പരിക്കേറ്റ ആന വീണ്ടും ജനവാസ മേഖലയിൽ എത്തി. വിവരങ്ങൾ നൽകാൻ തൃശ്ശൂരിൽ നിന്ന് ജോയ്മോൻ ജോസ് ഉണ്ട്. ജോയ്മോൻ, ഈ ദൗത്യം ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്? എപ്പോൾ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഒപ്പം തന്നെ ആനയുടെ ആരോഗ്യനില അത്ര സുഖകരമല്ലാത്തതിനാൽ തന്നെ ദൗത്യത്തിൽ ഒരു വെല്ലുവിളി കൂടി നേരിടുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? തൃശ്ശൂരിൽ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനകളുടെ ചികിത്സയ്ക്ക് തുടക്കമിട്ടതിന്റെ ഭാഗമായി ഇപ്പോൾ വയനാട്ടിൽ കുങ്കിയാന എത്തിച്ചിട്ടുണ്ട്. അതായത് ഭരത് എന്ന കുങ്കിയാനയാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ തുടർ നടപടികളിലേക്ക്, അതായത് പരിക്കേറ്റ ആനയെ ചികിത്സിക്കാനുള്ള തുടർ നടപടികളിലേക്ക് കടക്കാമെന്നാണ് വനംവകുപ്പിന്റെ തീരുമാനം. അതുപോലെ തന്നെ ബാക്കി ആനകളെ കൂടി, അതായത് ഇനി 2 ആനകൾ അല്ലെങ്കിൽ 3 ആനകൾ കൂടി എത്തിക്കേണ്ടിയുണ്ട്. ബാക്കി ആനകൾ കൂടി വന്നതിന് ശേഷം മാത്രം ആനയെ കണ്ടെത്തുകയും അതുപോലെ തന്നെ അതിനെ ചികിത്സിക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് നീങ്ങാനാണ് വനംവകുപ്പ് പദ്ധതിയിടുന്നത്. എങ്കിൽ തന്നെയായാലും ഇപ്പോൾ തന്നെ കുങ്കിയാന എത്തിച്ചതിന് പിന്നാലെ തന്നെ പരിക്കേറ്റ ആന ജനവാസ മേഖല വീണ്ടും ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഏഴാറ്റുമുഖം ഇവിടുന്ന് തന്നെ കുറച്ചൊക്കെ അടുത്ത പ്രദേശമായ ഏഴാറ്റുമുഖത്ത് ഇഞ്ചിക്കൽ ആന്റിവിന്റെ വീടിന്റെ പരിസരത്താണ് ഇപ്പോൾ പരിക്കേറ്റ ആന എത്തിയിരുന്നത്. ഇപ്പോൾ തന്നെയാണ് വനംവകുപ്പ് ഉൾപ്പെടെയുള്ളവർ ആനയെ ജനവാസ മേഖലയിൽ നിന്ന് കാട് കയറ്റുന്നതിനും തുറക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ തന്നെയാണ് ബാക്കി ആനകൾ കൂടി എത്തിയതിനു ശേഷം തന്നെ പദ്ധതിയിൽ അല്ലെങ്കിൽ ഈ തുടർ നടപടി ആനയ്ക്ക് ചികിത്സ നൽകുന്നതിന് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് വനംവകുപ്പ് തീരുമാനിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത് പിന്നാലെ തന്നെയായാലും ആനയെ ഇവിടെ നിന്നുള്ളത് ആനയെ പിടികൂടാനായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ കോടനാട്ട് അഭയാരണ്യത്തിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ കൂടി ആലോചനയിലുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ശരി ജോയ്, ഏതായാലും ഇപ്പോൾ ഈ കൊമ്പൻ ജനവാസ മേഖലയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏഴാറ്റുമുഖം ഇഞ്ചിക്കലിലുണ്ട്. ആനയെ തുരത്താനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. വിവരം നൽകുകയായിരുന്നു ജോയ്മോൻ ജോസ്.